പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. എങ്ങനെയാണ് ഒരു ജീൻ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, പേരന്റിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്യുന്നത്. അതായത് ഒരു സിംഗിൾ ക്യാരക്ടർ എങ്ങനെയാണ് പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് അല്ലെങ്കിൽ പ്രോജനിയിലേക്ക് പാസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീനിൽ കൂടെ പഠിക്കുന്നത്. ഒരു ജീൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രീറ്റ് സെഗ്മെന്റ് ഓഫ് DNA അല്ലെങ്കിൽ ഒരു കൊച്ചു കഷ്ണം DNA വിച്ച് ക്യാൻ എക്സ്പ്രസ് എ പർട്ടിക്കുലർ ക്യാരക്ടർ. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു പീസ് DNAക്കാണ് ഒരു ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജീൻ എന്ന് പറയുമ്പോൾ അതിന് ഓൾട്ടർനേറ്റ് ഫോം ഉണ്ടാവും എന്ന് പറയാനുള്ള കാരണം എന്താ? നമുക്ക് ക്രോമസോംസ് ഫാദറിൽ നിന്നും മദറിൽ നിന്നും കിട്ടുന്നുണ്ട്. നമ്മുടെ പേരൻസ് ഫാദറും മദറും ഹ്യൂമൻ ബീങ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ക്രോമസോമിന്റെ പാറ്റേണും ഒന്നുപോലെ തന്നെയാണ്. അതായത് ക്രോമസോം നമ്പർ 1 to 22 ആൻഡ് XS ക്രോമസോം ആൻഡ് XY ക്രോമസോം, അങ്ങനെയായിരിക്കും അവരുടെയും ക്രോമസോംസ്. അപ്പോൾ നോക്കിക്കേ, 1 to 22 ഫസ്റ്റ് ക്രോമസോമിൽ ഏത് ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീനാണോ ഫാദറിനുള്ളത്, അതേ ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീനായിരിക്കും ഫസ്റ്റ് ക്രോമസോമിൽ മദറിനും ഉള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ചെറിയ കഷ്ണം DNA വിച്ച് വിൽ കൺട്രോൾ എ പർട്ടിക്കുലർ ക്യാരക്ടർ ഈസ് കോൾഡ് ആസ് ജീൻ എന്ന് പറയുമ്പോൾ ആ ജീൻ ഫാദറിൽ നിന്ന് കിട്ടിയ ഒരു കഷ്ണമുണ്ട്, മദറിൽ നിന്ന് കിട്ടിയൊരു പീസും ഉണ്ട്. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഫോമിലാണ് കാണുക. ആ ഓൾട്ടർനേറ്റ് ഫോമിൽ കാണുന്ന ഈ രണ്ട് പീസിനെ നമ്മൾ അലീൽ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ പഠിക്കും. ഇനി വരുന്ന ഇതിൽ പഠിക്കുന്നത് കേട്ടോ. ഞാൻ അലീൽ എന്നൊരു ടേം പറഞ്ഞിരുന്നു, ജീനിന് ഓൾട്ടർനേറ്റ് ഫോം ഉണ്ടെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. സീ ഹിയർ. Here one example it has given has a hybridization experiment carried out by Mendel where he crossed tall and dwarf pea plant. അതായത് അദ്ദേഹം സ്റ്റഡി ചെയ്ത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ, ഒറ്റ ക്യാരക്ടർ മാത്രം അദ്ദേഹം കൺസിഡർ ചെയ്തു. ആ ക്യാരക്ടർ പ്ലാന്റിന്റെ ഹൈറ്റ് ആയിരുന്നു. അദ്ദേഹം ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കാണ് ചെയ്യുന്നത്. ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് ചെയ്യുമ്പോൾ രണ്ട് പ്ലാന്റ്സ് തമ്മിലാണ് ഹൈബ്രിഡൈസ് ചെയ്യേണ്ടത്. അതായത് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉള്ള രണ്ട് പ്ലാന്റ്സ് ആണ് ഇവിടെ ഹൈബ്രിഡൈസ് ചെയ്യുന്നത്. കണ്ട, സ്റ്റെം ഹൈറ്റിന് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എന്ന് പറയുന്നത് ഒന്ന് ടോളും ഒന്ന് ഡ്വാർഫുമാണ്. അപ്പൊ ടോൾ പ്ലാന്റും ഡ്വാർഫ് പ്ലാന്റും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യണമെങ്കിൽ ടോൾ പ്ലാന്റിനെ ഡ്വാർഫ് പ്ലാന്റിനെ മദർ പ്ലാന്റും ഫാദർ പ്ലാന്റും ആക്കി വെക്കണം, അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ ഒരു ഫ്ലവറിന്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇത് പെറ്റലാണ്, ഇതതിന്റെ സെപ്പൽസ് ആണ് ഈ കാണുന്നത്, ഇതതിന്റെ കാർപ്പലാണ്. അതേപോലെ തന്നെ ഈ കാണുന്നതിന്റെ സ്റ്റേമനാണ്, സ്റ്റേമന് ആന്തറുണ്ട്. അതേപോലെ തന്നെ ഇത് ഈ കാർപ്പലിന്റെ സ്റ്റിഗ്മയാണ് ഈ കാണുന്നത്. ഈ ഫ്ലവറിനൊരു പ്രത്യേകതയുണ്ട്, ഇത് ബഡ് സ്റ്റേജിൽ തന്നെ പോളിനേഷൻ നടക്കും. കാരണം ആന്തർ ബഡ് സ്റ്റേജിൽ തന്നെ മെച്ചുർ ആവുകയും സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബഡ് സ്റ്റേജിൽ തന്നെ അത് ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് നടത്തുമ്പോൾ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടക്കാൻ പാടില്ല. ഇത് ഹൈബ്രിഡൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് രണ്ട് ടെക്നിക്ക് ഉണ്ട്. ഒന്ന് ആന്തർ മെച്ചുർ ആവുന്നതിന് മുമ്പ് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളത്, അതാണ് ഇമാസ്കുലേഷൻ, റിമൂവൽ ഓഫ് ആന്തർ ബൈ ഇമാസ്കുലേഷൻ. ഈ പൂവിനെ തുറന്ന് അതിൻ്റെ അകത്ത് ആന്തർ റിമൂവ് ചെയ്ത് ആ സ്റ്റിഗ്മേനെ ബാഗ് ചെയ്ത് വെക്കുക. എന്നിട്ട് സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി കാണിക്കുന്ന ടൈം ആവുമ്പോൾ, സ്റ്റിഗ്മ മെച്ചുർ ആയി കഴിയുമ്പോൾ വേറൊരു മെയിൽ പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ മെയിൽ പ്ലാന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന, മെയിൽ പ്ലാന്റ് അല്ല ഇവിടെ ശരിക്കും മെയിൽ പ്ലാന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്, അതിന്റെ ഒപ്പോസിറ്റ് ക്യാരക്ടർ, ഒപ്പോസിറ്റ് ഫാദർ ആയിട്ട് എടുത്ത് ഓപ്പോസിറ്റ് പേരന്റ് ആയിട്ട് എടുത്ത് അതിൽ നിന്ന് പോളൻ ഗ്രെയിനെ കളക്ട് ചെയ്ത് ആ പോളൻ ഗ്രെയിൻ ഇതിന്റെ സ്റ്റിഗ്മയിൽ വിതർ ഓഫ് ചെയ്താൽ ആ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാവും. ഈ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാകുമ്പോൾ ഈ കാർപ്പൽ ഡെവലപ്പ് ആയിട്ടുണ്ടാകുന്ന ഫ്രൂട്ടാണ് ഈ കാണുന്ന പോഡ് ഓഫ് ദിസ് ലെഗ്യൂം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒവ്യൂൾസ് ഡെവലപ്പ് ആയിട്ട് സീഡ്സും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതാ ഇവിടുന്ന് ഈ കൊടുത്തേക്കുന്ന ഓർഡറിൽ നോക്കാം. മെൻഡൽ ക്രോസ് ചെയ്ത് ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡ്വാഫ് പീ പ്ലാന്റിനെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വൺ ജീൻ ഇൻഹെറിറ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അദ്ദേഹം ഹൈബ്രിഡൈസ് ചെയ്തതിന് ശേഷം എല്ലാ സീഡ്സിനെയും കളക്ട് ചെയ്തു. ഈ ക്രോസ് വഴി ഉണ്ടായ എല്ലാ സീഡ്സിനെയും കളക്ട് ചെയ്തു. കണ്ടത്, ഈ സീഡ്സിനെയൊക്കെ കളക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം അതിനെ വളർത്തി നോക്കി. ഫസ്റ്റ് ഹൈബ്രിഡ് ജനറേഷനിൽ അദ്ദേഹത്തിന് എല്ലാം എല്ലാം ടോൾ
പ്ലാന്റിനെയാണ് കിട്ടിയത്. എല്ലാം ടോൾ പ്ലാന്റ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയത്. ഈ ഫസ്റ്റ് ജനറേഷനെ കിട്ടുന്ന റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫിലിയൽ പ്രോജനി അല്ലെങ്കിൽ F1 പ്രോജനി എന്ന് പറയുന്നത്. സി ഹിയർ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മെൻഡൽ എപ്പോഴും അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് പ്ലാന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ട്രൂ ബ്രീഡിംഗ് ലൈൻ അല്ലെങ്കിൽ പ്യുവർ ലൈൻ അല്ലെങ്കിൽ ഹോമോസൈഗസ് വെറൈറ്റിനെയായിരുന്നു സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഹോമോസൈഗസ് വെറൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ടോൾനെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ടി ഉള്ളതും ഡ്വാർഫിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ടി ഉള്ളതും ആണ്. സോ ഹിയർ ഇറ്റ് വിൽ ബി സെലക്ടഡ് ലൈക്ക് ദിസ്. ഇറ്റ്സ് ഹോമോസൈഗസ് കണ്ടീഷൻ, ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതിന്റെ ജീനോ ടൈപ്പ് അല്ലെങ്കിൽ ജനറ്റിക് കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഈ ടൈപ്പാണ് കേട്ടോ. ജീൻ വന്നിട്ട് ഇങ്ങനത്തെ ജീനാണ് ഇവർക്കുള്ളത്. ഇങ്ങനത്തെ ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടോള് മാത്രമേ ഈ പ്ലാന്റിലുള്ളൂ, ഡ്വാർഫ് മാത്രമേ ഈ പ്ലാന്റിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ഹൈബ്രിഡൈസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് എല്ലാം ടോൾ വെറൈറ്റീസ് ആയിരുന്നു. പ്രോജനീസ് എല്ലാം ടോൾ പ്രോജനീസ് ആയിരുന്നു. അത് എല്ലാം ഒരു പാരന്റിന്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണിച്ചുള്ളൂ. ഒരെണ്ണം പോലും ഡ്വാർഫ് ഉണ്ടായില്ല. അതിൽ നിന്ന് ഈ സെയിം ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ അദ്ദേഹം പല ക്യാരക്ടേഴ്സും കൺസിഡർ ചെയ്തു. അതായത് അദ്ദേഹം അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിരുന്നു ഫ്ലവർ കളർ. വയലറ്റും വൈറ്റും തമ്മിൽ ക്രോസ് ചെയ്ത് നോക്കി. ആദ്യത്തെ ജനറേഷനിൽ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സീഡ്സിൽ നിന്നും ഉണ്ടായ പ്ലാന്റിൽ ഉണ്ടായ എല്ലാ ഫ്ലവേഴ്സും വയലറ്റ് കളറായിരുന്നു. അതേപോലെ ഫ്ലവർ പൊസിഷൻ, ആക്സിയൽ ടെർമിനൽ ഫ്ലവർ പൊസിഷനുള്ള പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സീഡ്സിനെ എല്ലാം അദ്ദേഹം നട്ടു നോക്കി. അത് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്ലവർ ഉണ്ടായത് എല്ലാം ആക്സിയൽ പൊസിഷനിലായിരുന്നു. അതുപോലെ പോഡ് ഷേപ്പ്, ഇൻഫ്ലേറ്റഡ് കൺസ്ട്രക്റ്റഡ് പോഡ് ഷേപ്പ് ഉള്ള പേരൻസിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ അദ്ദേഹത്തിന് കിട്ടിയത് എല്ലാ പ്രോജനീസും ഇൻഫ്ലേറ്റഡ് ആയിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ സീഡ്സ് എല്ലാം കൾട്ടിവേറ്റ് ചെയ്തപ്പോൾ എല്ലാ പോഡ് ഷേപ്പും ഇൻഫ്ലേറ്റഡ് പോഡ് ഷേപ്പ് ആയിരുന്നു. പോഡ് കളർ ഗ്രീനും യെല്ലോവും വെച്ചിട്ട് അദ്ദേഹം ക്രോസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ അദ്ദേഹത്തിന് കിട്ടിയത് ഗ്രീൻ കളർ ആയിരുന്നു. എല്ലാ പ്രോജനീസും ഗ്രീൻ കളർ പോഡ് കളറാണ് കാണിച്ചത്. സീഡ് ഷേപ്പ് റൗണ്ടും റിങ്കിൾഡും ഉള്ള പേരൻസിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ അദ്ദേഹത്തിന് കിട്ടിയത് റൗണ്ട് ക്യാരക്ടർ മാത്രമാണ്, റിങ്കിൾഡിനെ കിട്ടിയില്ല. അതേപോലെ തന്നെ സീഡ് കളർ വെച്ച് ഹൈബ്രിഡൈസ് ചെയ്തപ്പോൾ, സീഡ് കളർ യെല്ലോ ഗ്രീൻ വെച്ച് ഹൈബ്രിഡൈസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് എല്ലാ സീഡ്സിനും യെല്ലോ കളറായിരുന്നു. ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായ സീഡ് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സീഡ്സിൽ നിന്നുണ്ടായ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ പ്ലാന്റ്സിനും ഉണ്ടായ പുതിയ സീഡ്സ് ഏത് കളറായിരുന്നു? യെല്ലോ കളറായിരുന്നു. അപ്പോൾ നോക്കിക്കുക, ആ ഒരു എക്സ്പെരിമെന്റിൽ നമുക്ക് മനസ്സിലാവും. ടോളും ഡ്വാർഫും ക്രോസ് ചെയ്തപ്പോൾ അവർക്ക് ടോള് മാത്രം കിട്ടി. വയലറ്റും വൈറ്റും ക്രോസ് ചെയ്തപ്പോൾ വയലറ്റാണ് കിട്ടി. ആക്സിയൽ ടെർമിനൽ പൊസിഷനിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ക്രോസ് ചെയ്തപ്പോൾ ആക്സിയൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇൻഫ്ലേറ്റഡ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. ഗ്രീൻ പോട്ട് കളറാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. റൗണ്ട് സീഡ് ഷേപ്പാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. യെല്ലോ സീഡ് കളറാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. ഈ എല്ലാ പ്ലാന്റ്സിലും ഇതേപോലെ തന്നെയാണ് കാണിച്ചത്. അതായത് അദ്ദേഹം രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ F1 ജനറേഷനിൽ, ഫസ്റ്റ് ജനറേഷനിൽ ഒരു പേരന്റിന്റെ ക്യാരക്ടർ മാത്രം എക്സ്പ്രസ് ചെയ്യും, മറ്റേ പേരന്റിന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയും ചെയ്തു. അതായത് എയ്തർ വൺ ഓഫ് ദ പേരന്റ് ക്യാരക്ടർ വാസ് എക്സ്പ്രസ്ഡ്, അല്ലെങ്കിൽ ആ പുതിയ പ്രോജനി ഒരു പേരന്റിന് സിമിലർ ആയിട്ടായിരുന്നു ഇരുന്നത് എന്നാണ് അർത്ഥം. ഇനി അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? ഈ F1 പ്രോജനി, അതായത് F1 പ്രോജനി എന്ന് പറയുന്നത് F1 പ്രോജനി ഇതായി ഉണ്ടായിരിക്കുന്ന ഒരു F1 പ്രോജനിയ, ഇതൊരു F1 പ്രോജനിയ, ഇതൊരു F1 പ്രോജനിയ, ഇതൊരു F1 പ്രോജനിയ, ഇതൊരു F1 പ്രോജനി, ഇതൊരു F1 പ്രോജനിയ. ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ സീഡിൽ നിന്നാണ്. ഈ 6 സീഡ്സിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന 6 പ്ലാന്റും ടോളാണ്. ഇതിനെ ചുമ്മാ അദ്ദേഹം ഗ്രോ ചെയ്യാൻ വിട്ടു, അതായത് സെൽഫ് ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ സെൽഫ് ഫെർട്ടിലൈസേഷൻ ചെയ്യണമെങ്കിൽ ഇതിന് വെറുതെ അങ്ങോട്ട് വളരാൻ വിട്ടാൽ മതി. കാരണം എന്താ, ഇത് ബഡ് പോളിനേഷൻ നടക്കുന്ന, ദർ ഈസ് നോ നീഡ് ഓഫ് ഡൂയിങ് എനി കൺട്രോൾഡ് ഹൈബ്രിഡൈസേഷൻ ഓർ ക്രോസിങ്. ഇവര് തന്നെ സെൽഫ് ഫെർട്ടിലൈസേഷൻ ചെയ്തോളും. അതല്ല ക്രോസ് ഫെർട്ടിലൈസേഷൻ ഭയക്കേണ്ട ആവശ്യമില്ല അവിടെ. കാരണം പൂക്കൾ വിരിയുന്നതിന് മുമ്പ് അവിടുത്തെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ ഈ എല്ലാ സീഡ്സിനെയും സെൽഫ് ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ വിട്ടു. മെൻഡൽ സെൽഫ് പോളിനേറ്റഡ് ടോൾ F1 പ്ലാന്റ് ആൻഡ് ടു ഹിസ് സർപ്രൈസ് ഫൗണ്ട് ദാറ്റ് ഇൻ ദ F2 ജനറേഷൻ ചില ഓസ്പ്രിങ്സ് ഡ്വാർഫായിരുന്നു. ചില ഓസ്പ്രിങ്സ് ഡ്വാർഫായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ഡ്വാർഫ്നെസ് കാണിക്കുന്നില്ല അവരുടെ പ്ലാന്റിൽ. ഇതും ഡ്വാർഫ്നെസ് കാണിക്കുന്നില്ല, ഇതും ഡ്വാർഫ്നെസ് കാണിക്കുന്നില്ല. പക്ഷെ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത സീഡിൽ 4/1 സീഡ് ഡ്വാർഫും 4/3 സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് 4/3 സീഡ്സ് മുളച്ചു വന്നപ്പോൾ അത് ടോളും ആയിരുന്നു. അതായത്
3:1 റേഷ്യോയിൽ ടോൾ പ്ലാന്റ്സും ഡ്വാർഫ് ട്രേറ്റ്സും എക്സ്പ്രസ് ചെയ്തു. ടോൾ ട്രേറ്റും ഡ്വാർഫ് ട്രേറ്റും എക്സ്പ്രസ് ചെയ്തു. പക്ഷേ അവിടെ ഒരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഉണ്ടായ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പുതിയ പ്ലാന്റ്സ് ആ സീഡിൽ നിന്നുണ്ടായപ്പോൾ F2 ജനറേഷനിലാണെങ്കിലും F1 ജനറേഷനിലാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമിറ്റൻറ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടർ കാണാൻ കഴിഞ്ഞില്ല. അതായത് ടോൾ പ്ലാന്റും ഡ്വാർഫ് പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ അവിടെ രണ്ടിൻ്റെ മീഡിയം ഹൈറ്റുള്ള പ്ലാന്റിന് ഒന്നും കിട്ടിയില്ല എന്ന് ചുരുക്കം കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പോർഷൻ പഠിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും, വായിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കില്ല. ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. ലെറ്റ് us take the example of one such hybridization experiment carried out by Mendel, where he crossed tall and dwarf pea plants to study the inheritance of one gene. He collected the seeds produced as a result of his cross and grew them to generate plants of the first hybrid generation. This generation is also called the filial one progeny or F1. F1 progeny. Mendel observed that all the F1 progeny plants were tall like one of its parent. None were dwarf. He made similar observations for other pairs of trait. He found that the F1 always resembled either one of the parents and that the trait of the other parent was not seen in them. Mendel then self-pollinated the tall F1 plants and to his surprise found that in the filial 2 generation some of the offsprings were dwarf. The character that was not seen in the F1 generation was now expressed. The proportion of plants that were dwarf were 1/4 of the F2 plants while 3/4 of the F2 plants were tall. അതായത് 4:1 ഡ്വാർഫും 4:3 ടോൾ പ്ലാന്റും ആയിരുന്നു. അതായത് 3:1 റേഷ്യോയിൽ ടോളും ഡ്വാർഫും ഉണ്ടായിരുന്നു ചുരുക്കം. 4 സീഡ് നട്ടപ്പോൾ അതിനകത്ത് 3 ടോളും ഒരെണ്ണം ഡ്വാർഫും ആയി എന്നർത്ഥം. The tall and dwarf traits were identical to their parental type and did not show any blending, that is, all the offsprings were either tall or dwarf. None were in between height. കേട്ടോ, അതായത് ഒന്നുപോലെ എല്ലാം എന്താ പറയുക കംപ്ലീറ്റ് ടോൾ ക്യാരക്ടർ ആയിരുന്നു അല്ലെങ്കിൽ ഡ്വാർഫ് ക്യാരക്ടർ ആയിരുന്നു. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ മീഡിയം ഹൈറ്റ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഈ സെയിം എക്സ്പെരിമെൻ്റ് ബാക്കി എല്ലാ പ്ലാന്റിലും ചെയ്തു നോക്കി കേട്ടോ. അതിനകത്ത് ഇപ്പോൾ അടുത്ത ക്യാരക്ടർ എടുത്ത്, അതായത് വയലറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വയലറ്റ് കളർ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിനെയും വൈറ്റ് കളർ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ F1 ജനറേഷനിൽ വയലറ്റ് കിട്ടി. F2 ജനറേഷനിൽ കിട്ടിയത് 3 വയലറ്റും 1 വൈറ്റും ആയിരുന്നു. അതായത് 3:1 റേഷ്യോയിൽ വയലറ്റും വൈറ്റും കിട്ടി. ഇവിടെ 3:1 റേഷ്യോയിൽ ആക്സിയൽ ആൻഡ് ടെർമിനൽ ഫ്ലവേഴ്സ് കിട്ടി. ഇവിടെ 3:1 റേഷ്യോയിൽ ഇൻഫ്ലേറ്റഡ് ആൻഡ് കൺസ്ട്രക്റ്റഡ് പോഡ് കിട്ടി. അതേപോലെ ഇവിടെ ഗ്രീൻ ആൻഡ് യെല്ലോ പോഡ് കളർ 3:1 റേഷ്യോയിൽ കിട്ടി. അതേപോലെ റൗണ്ട് ആൻഡ് റിങ്കിൾഡ് സീഡ് ഷേപ്പ് 3:1 റേഷ്യോയിൽ കിട്ടി. സീഡ് കളർ യെല്ലോ ഗ്രീൻ, ദാറ്റ് ഓൾസോ ഹി ഗോട്ട് ഇൻ 3:1 റേഷ്യോ. കണ്ടോ, അപ്പോൾ എല്ലാത്തിൻ്റെ കേസിലും നമുക്ക് 3:1 റേഷ്യോ ആണ് കിട്ടിയത്. ഓൺലി വൺ ഓഫ് ദ പാരന്റൽ ട്രേറ്റ് വെർ എക്സ്പ്രസ്ഡ് ഇൻ ദ F1 ജനറേഷൻ. പക്ഷേ F2 സ്റ്റേജിൽ both the traits were expressed in the proportion 3:1. The contrasting traits did not show any blending at the F1 or F2 സ്റ്റേജ്. F1 സ്റ്റേജിലോ F2 സ്റ്റേജിലോ നമുക്ക് ഇതിൻ്റെ മീഡിയം ക്യാരക്ടർ എന്നൊന്നും നമുക്ക് കിട്ടിയില്ല എന്ന് ചുരുക്കം. അപ്പം നമുക്ക് നോക്കാം. സിമിലർ റിസൾട്ട്സ് വെർ ഒബ്റ്റെയിൻഡ് വിത്ത് ദ അതർ ട്രേറ്റ്സ് ദാറ്റ് ഹി സ്റ്റഡീഡ്. ഓൺലി വൺ ഓഫ് ദ പാരന്റൽ ട്രേറ്റ്സ് വാസ് എക്സ്പ്രസ്ഡ് ഇൻ ദ F1 ജനറേഷൻ വൈൽ അറ്റ് ദ F2 സ്റ്റേജ് both the traits were expressed in the proportion 3:1. The contrasting traits did not show any blending at either F1 or F2 stage. കണ്ട ഇവിടെ കൊടുത്തേക്കുന്ന ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് മോണോഹൈബ്രിഡ് ക്രോസ്. മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഇൻ എ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്, ഒരു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റിൽ ഇഫ് ഓൺലി വൺ ക്യാരക്ടർ ഈസ് കൺസിഡേർഡ് അറ്റ് എ ടൈം, ദാറ്റ് ഈസ് കോൾഡ് ആസ് മോണോഹൈബ്രിഡ് ക്രോസ്. ഇൻ എ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് ഇഫ് ഓൺലി വൺ ക്യാരക്ടർ ഈസ് കൺസിഡേർഡ് അറ്റ് എ ടൈം, ദാറ്റ് ഈസ് കോൾഡ് ആസ് മോണോഹൈബ്രിഡ് ക്രോസ്. ഇവിടെ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. പാരന്റൽ പ്ലാന്റ് ടോളും ഡ്വാർഫും എടുത്തു. F1 ജനറേഷനിൽ കിട്ടിയത് എല്ലാം ടോൾ പ്ലാന്റ് ആയിരുന്നു. ഈ ടോൾ പ്ലാന്റ് തമ്മിൽ സെൽഫിങ് ചെയ്തു എന്നല്ല, ഈ ടോൾ പ്ലാന്റിൽ സെൽഫ് ഫെർട്ടിലൈസേഷൻ ചെയ്തു. അപ്പോൾ കിട്ടിയ F2 ജനറേഷനിൽ 3 ടോളും 1 ഡ്വാർഫും എന്ന റേഷ്യോയിലാണ് കിട്ടിയത്. അതായത് 3:1 റേഷ്യോയിലാണ് ടോളും ഡ്വാർഫും കിട്ടിയത്. ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടർ കാണിച്ചില്ല. അത്രയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ.
ഈ ഒബ്സർവേഷന്റെ ബേസിൽ മെൻഡൽ പ്രപ്പോസ് ചെയ്ത എന്താണെന്നറിയോ, എന്തോ ഒന്ന് സ്റ്റേബിളായിട്ട് പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഒരു ചേഞ്ചും ഇല്ലാതെ. അത് ഗ്യാമീറ്റ് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് എല്ലാ സക്സസീവ് ജനറേഷൻസിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതാണ് ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഈ ഒബ്സർവേഷൻ പ്രകാരം മെന്റൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല്, ഒന്നുപോലെ ടോള് അല്ലെങ്കിൽ ഡ്വാർഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അപ്പൊ ടോളിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തോ ഒരു ഫാക്ടർ പേരന്റ് ചെയ്യുന്ന ഓസ്പ്രിങ്ങിലേക്ക് ഒരു ചേഞ്ചും കൂടാതെ ഗ്യാമീറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് സക്സസീവ് ജനറേഷൻസിലേക്ക് പാസ് ചെയ്യും, അതായത് അത് കുഞ്ഞുങ്ങളിലേക്ക് പാസ് ചെയ്യും. ആ പാസ് ചെയ്യുന്ന അത് സ്റ്റേബിളായിട്ട് അൺചേഞ്ച്ഡ് ഫോമിൽ പേരന്റ് ചെയ്യുന്ന ഓസ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്യുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു സ്റ്റഫിനെ അദ്ദേഹം ഫാക്ടർ എന്ന് വിളിച്ചു. ആ ഫാക്ടറാണ് ഇന്ന് നമ്മൾ പറയുന്ന ജീൻ എന്ന് പറയുന്നത്. ജീൻ എന്ന് പറയുന്നത് എന്താ? എ ഡിസ്ക്രീറ്റ് സെഗ്മെന്റ് ഓഫ് DNA വിച്ച് ക്യാൻ കൺട്രോൾ എ പർട്ടിക്കുലർ ട്രെയ്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ. അപ്പോൾ ഒരു ജീൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന DNA ഒരു പീസിനെയാണ് നമ്മൾ എന്ത് പറയാ? ജീൻ എന്ന് പറയാ. ഈ ജീൻസ് യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ഇൻഹെറിറ്റൻസിന്റെ ഒരു യൂണിറ്റ്, അല്ലെങ്കിൽ ക്യാരക്ടർ പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ജീനാണ്. അതുകൊണ്ട് തന്നെ ആ ജീനിൽ ഇൻഫർമേഷൻ അടങ്ങിയിട്ടുണ്ട്. എന്ത് ഇൻഫർമേഷനാണ്? ഒരു പർട്ടിക്കുലർ ട്രെയ്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ, ഒരു ഓർഗാനിസത്തിന്റെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ആ ജീനിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ദേ കണ്ടെയ്ൻ ദ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് റിക്വയർഡ് ടു എക്സ്പ്രസ് എ പർട്ടിക്കുലർ ട്രെയ്റ്റ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിലെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആ ഫാക്ടറിന്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ജീൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നതിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ് ഉണ്ട്, അതായത് ടോളും ഡ്വാർഫും. അപ്പൊ ഈ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റിന് വേണ്ടിയിട്ട് അതിന് ഓൾട്ടർനേറ്റ് ഫോം ഉണ്ടാവും, ഡിഫറെന്റ് ഫോം ഉണ്ടാവും. ഇപ്പൊ നോക്കിക്കേ, ഇതിന്റെ ഫോമാണ് ക്യാപിറ്റൽ T കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇതിന്റെ ഫോം നമ്മൾ സ്മോൾ t കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതിന് ക്യാപിറ്റൽ T എന്ന ഫോമിലാണ് അതിന്റെ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഫാക്ടർ ഇരിക്കുന്നതെങ്കിൽ ഇതിന് സ്മോൾ t എന്ന ഫോമിലാണ് അതിന്റെ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫാക്ടർ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിപ്പോ നമ്മൾ നോക്കിക്കേ, ഈ പേരന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ T ഒരു ഓസ്പ്രിങ്ങിലേക്ക് വന്ന് സ്മോൾ ടിയും ഒരു ഓസ്പ്രിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും രണ്ടും ഒരുമിച്ച് വന്നില്ലേ? ഈ ക്യാപിറ്റൽ T ആൻഡ് സ്മോൾ t രണ്ടും ഒരുമിച്ച് വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓൾട്ടർനേറ്റ് ഫോം ഓഫ് എ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് എ ജീൻ എന്ന് പറയുന്നത്. ആ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് എ ജീൻ കൺട്രോൾ ചെയ്യുന്ന ഓപ്പോസിറ്റ് ക്യാരക്ടറിനെയാ, ടോളിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഡ്വാർഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഓപ്പോസിറ്റ് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദ ജീനിനെ നമ്മൾ പറയുന്ന പേരാണ് അലീൽ. അത് സെയിം ജീനിന്റെ രണ്ട് ഓൾട്ടർനേറ്റ് ഡിഫറെന്റ് ഫോംസ് ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ബേസ്ഡ് ഓൺ ദീസ് ഒബ്സർവേഷൻസ് മെൻഡൽ പ്രപ്പോസ്ഡ് ദാറ്റ് സംതിങ് വാസ് ബീങ് സ്റ്റേബിളി പാസ്ഡ് ഡൗൺ അൺചേഞ്ച്ഡ് ഫ്രം പേരൻസ് ടു ഓസ്പ്രിങ് ത്രൂ ദ gametes over successive generations. He called these things as factors. Now we call them as genes. Genes therefore are the unit of inheritance. They contain the information that is required to express a particular trait in an organism. Genes which code for a pair of contrasting traits are known as allele. That is, they are slightly different form of the same gene. ഇനി നമ്മൾ ഈ ജീനിനെ ആൽഫബറ്റിക്കൽ സിമ്പിൾസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഒരു യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററും, എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്മോൾ ലെറ്ററും യൂസ് ചെയ്യാം. F1 സ്റ്റേജിൽ നമുക്കറിയാം ടോൾ പ്ലാന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ടോൾനെസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഏത് ലെറ്റർ യൂസ് ചെയ്യാം? ക്യാപിറ്റൽ T യൂസ് ചെയ്യാം. ഡ്വാഫിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഏത് ലെറ്റർ യൂസ് ചെയ്യാം? സ്മോൾ t യൂസ് ചെയ്യാം അല്ലെ? അപ്പൊ ക്യാപിറ്റൽ T ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെന്റിങ് ദ ട്രെയ്റ്റ്
tallness, and small t, it is used for representing the trait dwarfness. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് F1 ജനറേഷനിൽ റെപ്രസെന്റ് ചെയ്യുന്ന ടോൾനെസ്സും സ്മോൾ ടി എന്ന് പറയുന്നത് F1 ജനറേഷനിൽ സപ്രസ് ചെയ്യുന്ന ഡ്വാഫ്നെസ്സും ആണ്. അപ്പോൾ ഇത് രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഇത് ഈ രണ്ട് ഫാക്ടറും ഓൾട്ടർനേറ്റ് ഫോമിൽ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ഫോം ഓഫ് എ ഫാക്ടർ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും മനസ്സിലിരുന്നോളൂ. ഇനി ഈ ക്യാപിറ്റൽ ടി ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ടോൾ ട്രേറ്റ് ആൻഡ് സ്മോൾ ടി ഇറ്റ് ഈസ് ഫോർ ദ ഡ്വാഫ്. ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ഇത് രണ്ടും അലീൽസ് ആണ് കേട്ടോ. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദ ഹൈറ്റ് റെപ്രസെന്റിംഗ് ഫാക്ടർ ആണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് അലീൽസ് എന്ന് പറയാം. ഇനി പ്ലാന്റ്സിൽ ഒരു പെയർ ഓഫ് അലീൽസ് ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പെയർ ഓഫ് അലീൽസ് ഉണ്ട്. ആ പെയർ ഓഫ് അലീൽസ് ഒന്നുപോലെ ഹോമോസൈഗസ് കണ്ടീഷനിൽ ഇതാ ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ ഇതാ ഇങ്ങനെ കാണാം, അതല്ലെങ്കിൽ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ രണ്ട് അലീൽസും കൂടി ഒരുമിച്ച്, അതായത് രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലീൽസ് വന്നേക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് നമുക്ക് ഹോമോസൈഗസ് എന്ന് പറയാം, കാരണം അത് ഒരേപോലത്തെ അലീൽസ് ആണുള്ളത്. ഇതിനെ നമ്മൾ പ്യുവർ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെ രണ്ടിനെയാണ് നമ്മൾ പ്യുവർ ലൈൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്നാണ് പറയാം. ഇത് ഇംപ്യുവർ ആണ്. കാരണം എന്താ, ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടീൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്മോൾ ടി ക്യാപിറ്റൽ ടീൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ടീൻ്റെ കൂടെ സ്മോൾ ടീം, സ്മോൾ ടീൻ്റെ കൂടെ ക്യാപിറ്റൽ ടീം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് തരത്തിലുള്ള അലീലായതുകൊണ്ട് അതെന്താണ്, അത് പ്യുവർ വെറൈറ്റി അല്ല, ട്രൂ ബ്രീഡിംഗ് അല്ല എന്ന് പറയാം കേട്ടോ. ഈ ട്രൂ ബ്രീഡിംഗ് ടോളും ഡ്വാഫ് പീ പ്ലാന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ടോളും സ്മോൾ ടി ഡ്വാർഫും ആണ് എന്നാണ് പറയുന്നത്. മെൻഡൽ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. അതുകൊണ്ട് തന്നെ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ടി സ്മോൾ ടി കണ്ടീഷനാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ കൺസിഡർ ചെയ്തത്. അതിനെ ഹോമോസൈഗസ് വെറൈറ്റി എന്നാണ് പറയുന്നത്. ഈ ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി അത് അതിന്റെ ജീനോ ടൈപ്പ് ആണ് കേട്ടോ. ഇത് അതിന്റെ ജീനോ ടൈപ്പ് ആണ്. അപ്പൊ ഈ ജീനോ ടൈപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ എന്താണ്, ടോൾനെസ്. ഈ ജീനോ ടൈപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ ടോൾനെസ് ആണ് കേട്ടോ. അതേപോലെ ഈ ജീനോടൈപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ എന്താണ്, ഡ്വാർഫ്നെസ് ആണ്. ഈ ജീനോടൈപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ ഡ്വാർഫ്നെസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ജീനോടൈപ്പും ടോൾ ആൻഡ് ഡ്വാർഫ് എന്ന് പറയുന്നത് ഫീനോടൈപ്പ്, മോർഫോളജിക്കൽ എക്സ്പ്രഷൻ എന്നും പറയാം. അപ്പൊ നമ്മളിവിടെ കുറച്ച് ടേംസ് നമ്മൾ പരിചയപ്പെടുകയാണ് കേട്ടോ. ഇത് ഹോമോസൈഗസ്, ഇതും ഹോമോസൈഗസ്, ഇത് ഹെട്രോസൈഗസ്, അതേപോലെ തന്നെ ഇത് ജീനോടൈപ്പിക് കോമ്പിനേഷൻ അല്ലെങ്കിൽ ജീനോടൈപ്പ് ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ വിച്ച് ഈസ് റെപ്രസെന്റിംഗ് ദ ഹൈറ്റ്, ഇതും ജീനോടൈപ്പ് ആണ്, ഇതും ജീനോടൈപ്പ് ആണ്. അതേപോലെ തന്നെ ഇതിൽ നിന്നുണ്ടാകുന്ന ടോൾ പ്ലാന്റ്, അത് ടോൾനെസ് എന്ന് പറയുന്നത് അതിന്റെ എക്സ്പ്രസ്ഡ് ക്യാരക്ടർ ആണ്. അത് നമ്മൾ ഫീനോടൈപ്പ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് ഡ്വാർഫ്നെസ്, അതും ഫീനോടൈപ്പ് ആണ്. ഇനി എന്തായിരിക്കും ഇതിന്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്? ഈ പ്ലാന്റ്സിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്ന പ്യുവർ ലൈൻ അല്ല, അല്ലെങ്കിൽ ഹോമോസൈഗസ് കണ്ടീഷൻ അല്ല, അത് ഹെട്രോസൈഗസ് കണ്ടീഷനാണ്. അപ്പോൾ ഇതിന്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? ഇതിന്റെ ഫീനോടൈപ്പ് വന്നിട്ട് ടോൾനെസ് ആയിരിക്കും ഇതിന്റെ ഫീനോടൈപ്പ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. If we use alphabetical symbols for each gene, then the capital letter is used for the trait expressed at the F1 stage and the small alphabet for the other trait. For example, in case of the character of height, capital T is used for the tall trait and small t for the dwarf, and capital T and small t are alleles of each other. Hence, in plants, the pair of alleles for height would be capital T, small t, or small t. Mendel also proposed that in a true breeding, tall or dwarf P variety, the allelic pair of genes for height are identical or homozygous, that is capital T and small t respectively for tall and dwarf. Capital T and small t are called genotype of the plant, while the descriptive term tall and dwarf are the phenotype. What then would be the phenotype of a plant that had a genotype capital T, small t?
മെൻഡൽ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ നിന്ന് F1 ഹെട്രോസൈഗോട്ട് ആണെന്ന് കണ്ടുപിടിക്കുകയും അതിന്റെ ജനറ്റിക് കോമ്പോസിഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെന്ന് കണ്ടുപിടിക്കുകയും അത് എക്സാക്ട്ലി ഫീനോടൈപ്പിക് ക്യാരക്ടർ കാണിക്കുന്നത് ക്യാപിറ്റൽ ടി പേരന്റിന്റെ ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു കാര്യമാണ് എ പെയർ ഓഫ് ഡിസിമിലർ ഫാക്ടേഴ്സ് ഒരു ഹൈബ്രിഡിൽ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡിൽ നമ്മൾ എ പെയർ ഓഫ് ഡിസിമിലർ ക്യാരക്ടേഴ്സ് തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ക്യാരക്ടർ മറ്റേ ക്യാരക്ടറിനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡോമിനന്റ് ഫാക്ടർ എന്ന് ആ എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്ന ഫാക്ടറിനെ വിളിച്ചു. അതർ ഫാക്ടർ റിസസീവ് ആയി പോയി, കാരണം ആ ഡോമിനന്റ് നേച്ചർ കൊണ്ട് ഡോമിനന്റ് ഫാക്ടർ കൊണ്ട് അതർ ഫാക്ടർ റിസസീവ് ആയി പോയി. ഈ കേസിൽ ടോൾനെസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി അതാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഡ്വാഫ്നെസ്സിനെ വെച്ചിട്ട്. അത് റിസസീവ് ആണ്. ഡ്വാഫ്നെസ് അല്ലെങ്കിൽ സ്മോൾ ടി റിസസീവ് ആണ്. അതുകൊണ്ട് തന്നെ ആ സെയിം ഐഡന്റിക്കൽ ബിഹേവിയർ ഓഫ് ഓൾ അതർ ക്യാരക്ടേഴ്സ് അദ്ദേഹം പഠിച്ച ബാക്കി എല്ലാ, അതായത് ഇപ്പോൾ അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റിൽ റൗണ്ട്, റിങ്കിൾഡ്, വയലറ്റ്, വൈറ്റ് കളർ ഫ്ലവർ, അതേപോലെ തന്നെ യെല്ലോ പോഡ്, ഗ്രീൻ പോഡ്, യെല്ലോ സീഡ്, ഗ്രീൻ സീഡ്, ഇതിനകത്തൊക്കെ അദ്ദേഹം ഈ സെയിം റിസൾട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നറിയോ? ഏത് ക്യാരക്ടറാണ് ഡോമിനന്റ് ക്യാരക്ടർ എന്നും ഏത് ക്യാരക്ടറാണ് റിസസീവ് ക്യാരക്ടർ എന്നും അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആ ട്രെയ്റ്റ് കൊടുത്തേക്കും ഓരോ ക്യാരക്ടറും ഓൾട്ടർനേറ്റ് ട്രെയ്റ്റോട് കൂടി ഇവിടെ എക്സ്പ്രസ് ചെയ്തേക്കും. ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിനകത്ത് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ദാ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ട്രെയ്റ്റ്, ഫസ്റ്റ് കൊടുത്തേക്കുന്ന ആ ഒരു ട്രെയ്റ്റ് അതാണ് ഡോമിനന്റ് ട്രെയ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് കൊടുത്തേക്കുന്ന ട്രെയ്റ്റ് ആണ് ഡോമിനന്റ് ട്രെയ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കണ്ടോ, ടോൾനെസ്, ഡ്വാഫ്നെസ്, ടോള് ഡോമിനന്റ്, ഡ്വാഫ് റിസസീവ്, വയലറ്റ് ഡോമിനന്റ്, വൈറ്റ് റിസസീവ്, ആക്സിയൽ ഡോമിനന്റ്, ടെർമിനൽ റിസസീവ്, ഇൻഫ്ലേറ്റഡ് ഡോമിനന്റ്, constructed recessive, green pod dominant, yellow pod recessive, round seed dominant, wrinkled seed recessive, yellow seed dominant, green seed recessive. അങ്ങനെ ഓരോന്നും കറക്റ്റ് ആയിട്ടാണ് ദാ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഫസ്റ്റ് എഴുതിയേക്കുന്നതാണ് ഡോമിനന്റ് ക്യാരക്ടർ. അത് അദ്ദേഹത്തിന്റെ ഡിസ്കവറി വെച്ചിട്ടാണ് അങ്ങനെ അദ്ദേഹം റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അദ്ദേഹം ഈ ഡോമിനൻസും റിസസീവും കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിലെ എല്ലാം അദ്ദേഹത്തിന്റെ തിയററ്റിക്കൽ കൺഫർമേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം അത് ഓരോ ലോയും പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ ആ ക്രോസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൺവീനിയൻസിന് വേണ്ടി ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ലെറ്റർ യൂസ് ചെയ്യും. അതിന്റെ ക്യാപിറ്റൽ ലെറ്റർ ഡോമിനൻസിനെയും സ്മോൾ ലെറ്റർ അല്ലെങ്കിൽ ലോവർ കേസ് റിസസീവ് നേച്ചറിനെയും കാണിക്കുകയും ആ ഒരു സിമ്പൽ യൂസ് ചെയ്യുകയും ചെയ്തു അദ്ദേഹം. അതിന് എക്സാമ്പിളാണ് ക്യാപിറ്റൽ ടി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടോൾ. ഡ്വാർഫിന് വേണ്ടി ഡി അല്ല അദ്ദേഹം യൂസ് ചെയ്തത്, കാരണം ടിയും ഡിയും യൂസ് ചെയ്താൽ നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുമാണ്, ചിലപ്പോൾ കൺഫ്യൂഷനും ആവും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ടി ആൻഡ് ഇറ്റ്സ് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ് ആയിട്ട് സ്മോൾ ടി എന്നാണ് അദ്ദേഹം യൂസ് ചെയ്തത് കേട്ടോ. അലീൽസ് ക്യാൻ ബി സിമിലർ ആസ് ഇൻ കേസ് ഓഫ് ഹോമോസൈഗസ്, ക്യാപിറ്റൽ ടി, സ്മോൾ ടി. പക്ഷേ അത് ഡിസിമിലറും ആവാം ഇൻ ദ കേസ് ഓഫ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. അപ്പോൾ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഏത് ക്യാരക്ടറാണോ എക്സ്പ്രസ് ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഡോമിനന്റ് ക്യാരക്ടർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടറിനെ റിസസീവ് ക്യാരക്ടർ എന്നും എക്സ്പ്രസ് ചെയ്യും കേട്ടോ. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലാന്റ് എന്ന് പറയുന്ന ഹെട്രോസൈഗസ് ആണ്. അത് ജനറ്റിക്കലി ഹെട്രോസൈഗസ് ആണ്. ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലീൽസ് ആണ് അതിനകത്തുള്ള ക്യാപിറ്റൽ ടി സ്മോൾ ടിയിൽ. അതായത് ഒന്ന് ക്യാപിറ്റൽ ടോൾനെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന, ഒന്ന് ഡ്വാഫ്നെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഒരു മോണോ ഹൈബ്രിഡ് ആണ്. അത് ഹൈബ്രിഡ് എന്ന് പറയാൻ എന്താ കാരണം? അവിടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഒരുമിച്ച് വന്നതുകൊണ്ടാണ് കേട്ടോ. മോണോ ഹൈബ്രിഡ് എന്ന് പറയാനുള്ള കാരണം എന്താ? അതുമാത്രമാണ് ആ ഹൈബ്രിഡ്, അതായത് ഒരു ഹെട്രോസൈഗോസിറ്റി കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതുമാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ക്രോസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ഈസ് എ മോണോ ഹൈബ്രിഡ് ക്രോസ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. കണ്ടോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഹിയർ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ്, അതിനകത്ത് ഉണ്ടാകുന്ന ഒരു നമുക്കറിയാലോ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് ഹാപ്ലോയിഡ് കണ്ടീഷനിലായിട്ട് മാറും. ഹാപ്ലോയിഡ്
കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, രണ്ട് സെറ്റ് ജീൻ അല്ലെങ്കിൽ രണ്ട് അലീൽസ് ഒരു സിംഗിൾ അലീൽ മാത്രം സെലക്ട് ചെയ്യപ്പെടും. അത് ഒരു ഹാപ്ലോയിഡ് സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന പേരന്റിൽ നിന്ന് ക്യാപിറ്റൽ ടി കണ്ടെയ്നിങ് ഗ്യാമീറ്റും സ്മോൾ ടി എന്ന് പറയുന്ന പേരന്റിൽ നിന്ന് സ്മോൾ ടി കണ്ടെയ്നിങ് ഗ്യാമീറ്റും ആണ് ഉണ്ടാവുക. ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്താൽ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന സൈഗോട്ടിൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും വരിക, ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കിയേ, അപ്പോൾ ഇത് ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയില്ലേ. അപ്പോൾ നമ്മൾ തിയററ്റിക്കലി ഈ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഒരു പ്യുവർ ബ്രീഡിംഗ് ടോൾ പ്ലാന്റും ഒരു പ്യുവർ ലൈൻ ഡ്വാഫ് പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചാൽ വി വിൽ ഗെറ്റ് ഓൾ ദ പ്രോജനീസ് ടോൾ, ഓൾ ദ പ്രോജനീസ് heterozygous condition. So this is called as a monohybrid cross, a cross in which a single character is considered, that is called as monohybrid cross. Cross between capital T and small t is an example of monohybrid cross. Here hybrid condition, it is seen in the height representing gene, that is capital T small t, അല്ലെങ്കിൽ heterozygous condition is seen in the height representing gene, that is capital T small t. അതുകൊണ്ടാണ് അതിനെ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കാൻ കാരണം കേട്ടോ. ഇനി നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. As Mendel found the phenotype of the F1 heterozygote capital T small t to be exactly like the capital T parent in appearance, he proposed that in a pair of dissimilar factors, one dominate the other as in F1 and hence is called the dominant factor while the other factor is recessive. In this case, capital T for tallness is dominant over small t for dwarfness, that is recessive. He observed identical behavior for all the other characters or trait pairs that he studied. It is convenient and logical to use the capital and lowercase of an alphabetical symbol to remember this concept of dominance and recessiveness. Do not use capital T for tall and small d for dwarfness because you will find it difficult to remember whether capital T and D are alleles of the same gene or character or not. Allele can be similar as in case of homozygote capital T and small t, or can be dissimilar as in the case of heterozygote, that is capital T small t. Since the capital T small t plant is heterozygous for gene controlling one character, that is height, it is a monohybrid, and the cross between capital T and small t is a മോണോഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ F1 പ്രോജനിക്ക് കിട്ടിയതും അത് വീണ്ടും F2 പ്രോജനിയിൽ ബാക്കി റിസസീവ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തത് എന്നുള്ളതിൻ്റെയൊക്കെ സയൻറ്റിഫിക് റീസൺ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം കേട്ടോ.